അത്ര ഒരു കൺജഷൻ ഇല്ലെന്ന് മാത്രമല്ല ഒരുപാട് സ്പേസ് ഉണ്ട്. എങ്ങനെയുണ്ട് വീട്? ഹാപ്പിയാണ്. അതെ അതെ, ഒരു നടുക്കാട്ട് കാര്യം അങ്ങനെ ഒരു എലമെന്റ് അവിടെ ഇല്ല എന്ന് തോന്നുന്നു. അതായത് ഒരു വലിയ കിച്ചൺ സ്പേസ് ഒന്നും ഇല്ല, അല്ല എല്ലാം ഈ ഒരു തീം ബ്ലെൻഡ് ചെയ്യണം സാറിന്. ഇതൊരു എന്താ പറയുക, വളരെ വോം സമാധാനമുള്ള പീസ്ഫുൾ കളറാണ് അല്ലേ? നമസ്കാരം. ചിലത് നമുക്ക് കാണുമ്പോഴത്തേക്കും മനസ്സ് നിറയ്ക്കുന്ന ചിരി തരും. ആ മനസ്സിലുള്ള ചിരി മുഖത്തും കാണാൻ സാധിക്കും. ഇപ്പം എൻ്റെ മുഖത്ത് നിങ്ങൾ കാണുന്ന ചിരി എന്ന് പറയുന്നത് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ കണ്ടപ്പോഴുള്ള എൻ്റെ നിറഞ്ഞ മനസ്സെൻ്റെ മുഖത്ത് പ്രതിഫലിച്ചതാണ് എന്ന് പറയേണ്ടി വരും. നമ്മുടെ സജീവ് സന്മ ദമ്പതികളുടെ പാലക്കാടുള്ള ജയരാജ് പ്രോപ്പർട്ടീസിലെ ഒരു ഫ്ലാറ്റിലാണ്, അപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ പ്രോജക്റ്റ് പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ സ്പെക്ട്രോ ഡെക്കറാണ്, മുണ്ടൂർ തൃശ്ശൂരുള്ള സ്പെക്ട്രോ ഡെക്കർ. അപ്പോൾ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ വിശേഷങ്ങളാണ്. എടുത്തു പറയട്ടെ, നിങ്ങളെ ഞെട്ടിക്കും. വളരെ മിനിമലായിട്ട്, വളരെ മനോഹരമായിട്ട് ഒരു വണ്ടി നമ്മൾ കാണുമ്പോഴത്തേക്ക് ആ വണ്ടി വളരെ മനോഹരമായിട്ട് തോന്നുന്ന അതിൻ്റെ ഡിസൈനിങ്ങിൻ്റെ പ്രത്യേകത, ഈവൻ അതിൻ്റെ കളർ വരെ അതിനകത്ത് പ്രതിഫലിക്കും. അങ്ങനെ വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി ഇൻറ്റീരിയർ. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കമേഴ്ഷ്യൽ ഇന്ത്യൻ കൺസൾട്ടന്റ്, ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ ഒപ്പം ആശയുണ്ട്. നമസ്കാരം. വീണ്ടും ഒരിക്കൽ കൂടി ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്ന ഈ ദിവസം നമ്മുടെ വീഡിയോ ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഇറങ്ങുന്നുണ്ട്. നമ്മുടെ ശില്പ നമ്മുടെ ചെങ്ങമനാട്, ചാലക്കുടി ചെങ്ങമനാടുള്ള നമുക്ക് ഇവിടെ തുടങ്ങിയാലോ? കണ്ടപ്പോഴത്തേക്ക് ഒരു അട്രാക്ഷൻ. സോ നമുക്ക് ആദ്യം ഇത് ഞാൻ പറഞ്ഞു, ഇതൊരു അപ്പാർട്ട്മെന്റ് ആണ്. പക്ഷെ ഈ അപ്പാർട്ട്മെന്റ് പ്രത്യേകത ഭയങ്കര സ്പേഷ്യസ് ആണ്. അത് ഇപ്പം പൊതുവെ ഫ്ലാറ്റ് എന്ന് പറയുമ്പോഴേ നമ്മുടെ മൈൻഡിലേക്ക് ഒരു കൺജഷൻ, ആ ഒരു കൺജഷൻ ഇവിടെ എങ്ങും തോന്നിയില്ലല്ലോ. മനോഹരമായിട്ട്, അത്ര ഒരു കൺജഷൻ ഇല്ലെന്ന് മാത്രമല്ല ഒരുപാട് സ്പേസ് ഉണ്ട്. ഞങ്ങള് പൂജാ യൂണിറ്റ് ഇച്ചിരി പോസിറ്റീവ് ആയിട്ടായിക്കോട്ടെ. പൂജാ യൂണിറ്റ് ഇത് ഏതിലാ ചെയ്തിരിക്കുന്നത്? ഇത് നമ്മള് CNC ഒക്കെ ഓഫ് കോഴ്സ് നമ്മള് WPC അല്ലെങ്കിൽ PVC ആണ് കൊടുക്കുക. ചിലതിൽ മാത്രമാണ് ഭയങ്കര കുഞ്ഞി ഇതാണെങ്കിൽ മാത്രമേ പ്ലൈയിലേക്ക് പോവാറുള്ളൂ. അപ്പോൾ പിന്നെ ഇതിലിപ്പോൾ ഇവർക്ക് വേണ്ടുന്ന റിക്വയർമെന്റ്സ് എല്ലാം, അടിയിൽ സ്റ്റോറേജ് വേണമായിരുന്നു, പിന്നെ ഇങ്ങനെ നമുക്ക് കണി വെക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ ഡ്രോ ആക്കിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അടിയിൽ സ്റ്റോറേജും ഉണ്ട്. പിന്നെ ഭഗവാന്റെ ആ ഒരു ആ ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ബാക്കില് നല്ലൊരു CNC ഡിസൈനും പിന്നെ ചെറിയ ലെഡ്ജസ് ഒക്കെ വെച്ച് എല്ലാ ഭഗവാന്മാരെയും ഇരുത്താനുള്ള ഒരു സ്പേസ് ഒക്കെ കൊടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് എറ്റിച്ചിന്റെ അല്ലേ? ഇത് നമ്മൾ അലൂമിനിയം പ്രൊഫൈല് ഗോൾഡൻ ഷാമ്പയിൻ ആണ്. PVD അത് റെഡിമെയ്ഡ് ആയിട്ട് തന്നെ വരുന്നത്. നമ്മൾ കട്ട് ചെയ്ത് ഗ്ലാസ് സെറ്റ് ചെയ്ത് ടഫൺ ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ പൊതുവെ ബ്ലാക്ക് കാണാറില്ല. ഇവിടെ നമ്മളൊന്ന് മാറ്റിപ്പിടിച്ചു, ബ്ലാക്ക് അല്ല കൊടുത്തിരിക്കുന്നത്. ഒരു പ്രത്യേകത തോന്നിയത് ഒരു വാംത്ത് ഫീൽ ആണ് ഉള്ളിൽ പൂർണ്ണമായിട്ടും. അതിവർ ഇന്റീരിയർ അടിച്ചിരിക്കുന്ന ആ ഒരു കളറിൽ വരെ അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ എന്താ പറയാ സോഫ കസ്റ്റമൈസേഷൻ ചെയ്തിട്ടാണ്. ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്ത് നമ്മളുടെ ഫാക്ടറിയിൽ തന്നെ മേക്ക് ചെയ്തിട്ട് അതിൽ തന്നെ നോക്കിയാൽ മതി. കർവ് ഷേപ്പ്, ആ കർവ് ഷേപ്പ് ഇവിടെ എല്ലാം തീം എല്ലാം നമ്മൾ അത് കൃത്യമായിട്ട് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായിട്ടും വോളുകളെല്ലാം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? വോൾ ഹൈലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് എനിക്ക് തോന്നുന്നു ഇത് കസ്റ്റമൈസ് വാൾപേപ്പർ ആണ്. പിന്നെ വെയിൻസ്കോട്ട് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിൽ അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലൂവർ പാനൽസ് ആണ് ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട പ്രത്യേകത ഇങ്ങനെയാണ് അതിന്റെ ഒരു നടുക്കാട്ട് കാര്യം. അങ്ങനെ ഒരു എലമെന്റ് അവിടെ ഇല്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള സ്വിച്ചുകൾ, ഓരോ സ്വിച്ചുകളിലും എന്തിനൊക്കെയാണ് ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ കൺഫ്യൂഷൻ. ഇവര് ഇത് പഠിച്ചു വരാൻ തന്നെ ഒരു 2 മാസം എടുക്കും. ഈ സ്വിച്ച് കണ്ടുപിടിക്കാൻ സമയം എടുക്കും. അത്ര മനോഹരമായിട്ട്. പിന്നെ സീലിംഗ് എടുത്തു പറയേണ്ടതാണ്, പ്ലെയിൻ ഫോൾ സീലിംഗ് അല്ലേ? അതാണ് അതിന്റെ ഏറ്റവും വലിയ ഇവിടുത്തെ ഒരു പ്രത്യേകത തന്നെ. ഇപ്പൊ ഒരു ഇടയിൽ ഒരു കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ശരിക്കും ഒരു ഇടയിൽ പാർട്ടീഷൻസ് ഇല്ല. വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ഫീല് കിട്ടും. എന്നാൽ നമുക്ക് ലിവിങ്ങും ഡൈനിങ്ങും എല്ലാം ഇവിടെ ഉണ്ട്. ആ ഒരു സീലിംഗിൽ പോലും ആ ഒരു ഡിഫറൻസിയേഷൻ കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഒരു ലൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഡൈനിങ് ഏരിയ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇവര് വെളിയിൽ താമസിച്ചവരാണ്, എന്ന് വെച്ചാൽ യൂറോപ്യൻ കൺട്രീസ് IT ഫീൽഡിലുള്ളവരാണ്. സോ എനിക്ക് തോന്നുന്നു അവരത് കണ്ട് അവർക്കതൊരു ഇൻഹിബിഷൻ ഒന്നും ഉണ്ടാവില്ല. ഈ ഒരു ഓപ്പൺ സ്പേസ് ആയിരിക്കും തോന്നുന്നു അവർക്ക് അതായിരിക്കും ആവശ്യം. താല്പര്യം. TV വോള്, TV യൂണിറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാം, TV വോളെന്ന് തന്നെ പറയേണ്ടിയും വരും. ഫുള്ളായിട്ട് ആ വോള് നമ്മള് അവിടെ ഒരു DB ഉണ്ട്. DB കവറിങ്ങും അതിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ കൂടി കറക്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മള്
ടി.വി. ബോക്സ് പിന്നെ കീ ഹോൾഡറും എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാം ഇവിടെ അകത്ത് ചെയ്യത്തക്ക രീതിയിൽ. അപ്പൊ അതും TV യൂണിറ്റും കൂടി ഒരു മെർജ് ചെയ്യുന്ന രീതിയിൽ ത്രൂ ഔട്ട് പോയി. പിന്നെ താഴത്ത് ആസ് യൂഷ്വൽ കൊടുക്കുന്ന പോലെ ഒരു യൂണിറ്റും ആ ബീജിന്റെ ആ ഒരു വാം ടോൺ വിടാതിരിക്കാനാണ് ആ ഒരു തീം നമ്മൾ ചെയ്തിരിക്കുന്നത് അല്ലേ. എപ്പോഴും ആ നമ്മുടെ അങ്ങനെ ആ ഡിസൈൻ എങ്ങനെ മെർജ് ചെയ്തു പോകുന്നു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കളർ പാലറ്റിങ് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആയിട്ട് വന്നിരിക്കുന്നു. കസ്റ്റമർ ഇവര് എല്ലാവരും ഇവിടെ നാട്ടിലുണ്ട്. ഞങ്ങൾ ഇന്നത്തെ ദിവസം ആക്കിയത് തന്നെ ഇവരുടെ ഫീഡ്ബാക്ക് എടുക്കാനായിട്ട് തന്നെയാണ്. ഇതാ ഒരു അടിപൊളി ഫോട്ടോ ഫ്രെയിം ഇവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവരുമായിട്ടുള്ള ഫീഡ്ബാക്ക് ലാസ്റ്റ് എടുക്കാൻ സാധിക്കും കേട്ടോ. ചെറിയ കുടുംബം, സന്തുഷ്ട കുടുംബം. നമുക്കിനി കിച്ചണിലോട്ട് കയറിയാലോ? പിന്നെന്താ, കിച്ചൺ കയറുന്നതിന് മുന്നേ പറയാം, ഇതൊരു വേറൊരു ഡിഫറെന്റ് ഫീൽ ആണ്. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള ഒരു കളറേ അല്ല, വേറൊരു കളറായിരിക്കും കിച്ചണിൽ എടുത്തിരിക്കുന്നത്. കിച്ചണില് വെറ്റേരിയ WPC, ബാക്കിയുള്ള മറൈൻ പ്ലേ ആണ്. പിന്നെ ഇത് അക്രലിക് ഫിനിഷ് ആണ്. അക്രലിക് ആണ്. ഓക്കെ. അതായത് ഒരു വലിയ കിച്ചൺ സ്പേസ് ഒന്നും ഇല്ല. അല്ല, അത്യാവശ്യം എന്നാ കൺജസ്റ്റഡും അല്ല. എല്ലാം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആസ് യൂഷ്വൽ ഹെഡ് കിച്ചന്റെ ടോപ്പ് ക്വാളിറ്റി ഉള്ള ആ ഒരു ബ്ലാക്ക് കാറ്റഗറിയിൽ വരുന്ന ആക്സറീസ് തന്നെയാണ് എല്ലാം യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം എല്ലാ യൂണിറ്റ്സും നമ്മൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാറുണ്ട്. ഇവിടെ ഡ്രോവർ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 2 ഡ്രോവർ, വലിയ പാത്രങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ഡ്രോവർ കൊടുക്കാറുണ്ട്. പിന്നെ അലൂമിനിയം ഫ്രെയിമിന്റെ ഗ്ലാസ് ചെയ്തു. അതേപോലെ തന്നെ ഇപ്പത്തെ 2 സൈഡിലും അതൊരു ഇന്റീരിയർ എലമെന്റ്സിന് വേണ്ടിയിട്ടും റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാനും രണ്ടും കൂടി ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഉള്ളില് ലൈറ്റും കൊടുത്തിട്ടുണ്ട്, പ്രൊഫൈൽ ലൈറ്റ്. അതെ, PVC ഷട്ടറോട് കൂടിയിട്ട് നമുക്ക് ബാക്കിയുള്ള ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇതും കൊടുത്തു. PVC റോളിംഗ് ഷട്ടർ ആണ് ഇവിടെ. ഇതിപ്പോ ഈ തീം ബ്ലാക്ക് ആയതുകൊണ്ട് നിങ്ങൾ ആ ബ്ലാക്ക് കൊടുത്തിരിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റോ അങ്ങനെ കൊടുക്കാൻ പറ്റും. പിന്നെ വന്നിട്ട് GTPT ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെയാണ് സിങ്ക് വരുന്നത്. സോ നമുക്ക് ഇവിടെ അപ്പർ യൂണിറ്റിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഈ കോർണർ ആവുമ്പോ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്തു. പിന്നെ ഇവിടെയും ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്, സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള സ്പേസ്. പുഷ് ഓപ്പൺ ഡോസ് ഒക്കെ എല്ലാം പുഷ് ഓപ്പൺ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഓവൻ കൺസീൽഡ് ഇനി ഫ്യൂച്ചറിലാക്കാം ഒരു സ്പേസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാസ്ക്കറ്റ് ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഏരിയ നമ്മുടെ ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഈ ഫ്ലാറ്റുകളിൽ ഏറ്റവും വലിയ പ്രശ്നം എല്ലായിടത്തും സ്പേസ് ഇല്ല. അപ്പൊ അത് കാരണം നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ആണ് എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും നമ്മൾ ചെയ്തു. അതായത് ചെറിയ കുട്ടിയാണ്, അവൻ സ്കൂളിൽ പഠിക്കുന്ന ആളാണ്. അപ്പൊ അവന് പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് രാവിലെ ഇരിക്കാനും അല്ലെ ആരാണെന്നുണ്ടെങ്കിലും നമുക്കൊന്ന് സംസാരിച്ച് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്ക് ഇവിടെ ഒരു പോരായ്മയായിട്ട് തോന്നിയത്, നമുക്ക് ഈ ഡിഷ് വാഷർ അങ്ങനെയുള്ള കാര്യങ്ങൾ വെക്കാനായിട്ടുള്ള ഒരു സ്പേസ് ഇവിടെ നമ്മൾ ഇതിലുണ്ട്. നമ്മൾക്ക് ഇവിടെ ഇപ്പൊ നമ്മൾ കണ്ടോ, ഇതിൽ നമ്മൾക്ക് മറ്റേ ഈ വാഷിംഗ് മെഷീനും അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം സ്പേസ് എല്ലാം ഇത് ചെയ്യുന്ന ചെയ്തു. ഇവിടെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അപ്പൊ ഡ്രയറും എല്ലാ കാര്യങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ വെന്റിലേഷൻ ഗ്രില്ലും എല്ലാം കൊടുത്തിട്ടുള്ള ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എപ്പോഴും ഫുഡ് എടുത്തു വെക്കേണ്ട സ്ഥലം പ്രധാനമാണല്ലോ, ഡൈനിങ്. ഞാൻ വീണ്ടും പറയുന്നു, ഇവരുടെ ഫ്ലാറ്റ് ഞാൻ കണ്ട അപ്പാർട്ട്മെന്റുകളിൽ ബെസ്റ്റ് അപ്പാർട്ട്മെന്റ് എന്ന് പറയേണ്ടി വരും. അതിൽ ഒന്ന് എടുത്ത് പറയാനുള്ളത് നമ്മൾ ഒറ്റപ്പാലത്തെ അദ്ദേഹത്തിന്റെ നമ്മുടെ ശോഭ സിറ്റിയിൽ പോയി എടുത്ത അപ്പാർട്ട്മെന്റ്. ശോഭയിലത്തെ ഭയങ്കര സ്പേഷ്യസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണുന്ന ഒരു സ്പേഷ്യസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ അവിടത്തേക്കാൾ ഇന്റീരിയർ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്ന് വെച്ചാൽ ഇവർ വളരെ മോഡേൺ മിനിമലിസ്റ്റിക് ആണ് ചെയ്തിരിക്കുന്നത്. അതൊരു ട്രഡീഷണൽ ആയിരുന്നു. ഓരോരുത്തരുടെ ടേസ്റ്റ് ആണല്ലോ, അതുകൊണ്ട് പറഞ്ഞു. എന്റെ ടേസ്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. 6 സീറ്റർ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ തന്നെ മേക്ക് ചെയ്തിരിക്കുന്നത്. എല്ലാം ഈ ഒരു തീം ബ്ലെൻഡ് ചെയ്യണം. സാറിന്റെ നിർബന്ധമായിരുന്നു ഇവിടെ എന്ത് സംഭവമാണെങ്കിലും ആ ഒരൊറ്റ തീമിൽ പോകണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭംഗി, ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടാവും. നമ്മൾ തന്നെയാണ് ഇപ്പോ ഇതിന്റെ സോഫ സെലക്ഷൻ ആണെങ്കിലും മേക്ക് ചെയ്തതും ഡൈനിങ് ടേബിൾ എല്ലാം ആ ഒരു പാറ്റേണുമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് തന്നെയാ പോകണം. ഇപ്പൊ ഈവൻ സാറൊക്കെ എന്തെങ്കിലും ഒരു ക്യൂരിയോസോ എന്ത് സാധനം വാങ്ങണം എന്നുണ്ടെങ്കിലും നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ ഒരു ചെറിയ, അതായത് അതിന് പ്രത്യേകിച്ചൊരു സീലിംഗ് കൊടുത്തിട്ടില്ല, ഇതിനൊരു കോമൺ സീലിംഗ് ആണ്. ഇവിടുത്തെ ലൈറ്റ്സ് നോക്കി നോക്കൂ. ഇപ്പോൾ അവിടുത്തെ ആയാലും എല്ലാം ആ ഒരു റൗണ്ട്, ആ ഒരു ബോൾ ടൈപ്പ് തന്നെയാണ് എടുത്തേക്കുന്നത്. ഒരു സ്ക്വയർ ഡിസൈൻ അല്ല, പൂർണ്ണമായിട്ടും ഒരു കർവി ഡിസൈൻ ആണ് ഇവിടെ കുരിക്കുക. അതിപ്പോ ഇവിടെ ഈ ഡൈനിങ് ടേബിളിന്റെ എഡ്ജ് വരെ ആ കർവി ഡിസൈൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. GA PVD കൊട്ടിയിരിക്കുകയാണ് അല്ലേ, അങ്ങനെ ചെയ്തിരിക്കുന്നു. നമുക്കിനി കുട്ടികളുടെ ബെഡ്റൂമിൽ നിന്ന് കയറിയാലോ?
അടിപൊളിയത്. എനിക്ക് തോന്നുന്നു നമുക്ക് എന്നാ പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ എന്നാ പറയുക ജെൻസി ഗാമ എന്തൊക്കെയാ പറയുള്ളൂ. ജെൻസി കഴിഞ്ഞു, പിള്ളേർ ജെൻസീസ് അല്ല കേട്ടോ. അധികം തുടങ്ങാം. ഇത് പൂർണ്ണമായിട്ട് നിങ്ങളുടെ മാനുഫാക്ചറിങ്. അതെ അതെ അതെ. ബങ്കർമെന്റ് മേടിക്കാൻ കിട്ടും എല്ലാവർക്കും പറയാം. ഗൾഫിലുള്ളവർക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. കാര്യം അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ബങ്കർമെന്റ്. പക്ഷെ ഇവിടെ നമ്മൾ GI ചെയ്തിരിക്കുന്നതാണോ ഇത്? ഇത് GIയുടെ ഫ്രെയിമും ബാക്കി സപ്പോർട്ട് എല്ലാം നമ്മളുടെ മെറൈൻ പ്ലൈ തന്നെയാണ്. നല്ല സ്ട്രോങ് ആണ്. പക്ഷെ ഇവിടെ ഒക്കെ നമുക്ക് കുറച്ചും കൂടി ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ GI യൂസ് ചെയ്തു. ഉള്ളിലും ഫ്രെയിം അടിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് ഏറ്റവും അടിയിൽ സ്റ്റോറേജ് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഉള്ളില് നമുക്ക് വെക്കാം. അതേപോലെ തന്നെ ഹാങ് ചെയ്ത് ഇത് കൊടുത്തിട്ടുണ്ടല്ലേ? ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഒരു സ്റ്റോറേജ് അല്ല, 3 നമുക്ക് പുറത്തോട്ട് എടുക്കാൻ പാകത്തിന് 3 എണ്ണമാണ് ചെയ്തിരിക്കുന്നത്. കളേഴ്സ് എല്ലാം ഒരേ കളേഴ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു അല്ലേ? അത് ഇവിടുത്തെ കളറാണെന്നുണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും അങ്ങനെ ഭയങ്കര വാവു അല്ല, വളരെ പാസ്റ്റൽ ആയിട്ട് മിനിമലിസ്റ്റിക് ലെവലിലുള്ള ഒരു നമുക്ക് എപ്പോഴും ഒരു പീസ്ഫുൾ ആയിട്ട് തോന്നുന്ന കളേഴ്സ് അല്ലേ? അതായത് അതാണ് നമ്മൾ ചേഞ്ച് ആവുന്ന കളറല്ല എല്ലാ കാലത്തും. അതായത് ഗ്രീൻ, നിങ്ങൾക്കറിയാം ഗ്രീനിന്റെ പാലറ്റ്സ്, അതുപോലെ ബേജിന്റെ പാലറ്റ്സ്. ഇവിടെ ഗ്രീനിന്റെ പാലറ്റ്സ് ആണ് പൂർണ്ണമായിട്ട്. ഒരു ഡാർക്ക് തീം കൊടുത്തു, അപ്പൊ ഒന്ന് ഹൈലൈറ്റഡ് ആവും. അങ്ങനത്തെ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും സെയിം. ഇവിടെ നമുക്ക് കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനായിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ കിടക്കുന്നില്ല അവര്. ഇനിയിപ്പം ഭാവിയിലല്ലേ തുടങ്ങാൻ വരുന്നേ ഉള്ളൂ. കുട്ടികൾ ചെറുതാണ്, അതുകൊണ്ട് അവര് മാറിക്കിടക്കാറായിട്ടില്ല. പക്ഷെ എന്നാൽ പോലും ഇവിടെ ഫുൾ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും എല്ലാം നമ്മൾ കൊടുത്താ ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു സ്പേഷ്യസ് ആണോ എന്ന് ചോദിച്ചാൽ ഭയങ്കര സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാവുന്ന ഭാഗത്തിനുള്ള ഒരു സംഗതിയാണ് പൂർണ്ണമായിട്ട് കൊടുത്തിരിക്കുന്നത് അല്ലേ? ഇവിടെയും അതുപോലെ തന്നെ ഒരു സ്പേസ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. 2 കുട്ടികൾ, 2 പിള്ളേരാണ്. അതുകൊണ്ട് 2 സൈഡിൽ ഇരുന്ന് പഠിക്കാനായിട്ടുള്ള ഇതും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഒന്നാമത്തെ ബെഡ്റൂം അല്ല, ആക്ച്വലി ഇവരുടെ കിഡ്സ് റൂമാണ്. വളരെ കോമ്പാക്ട് ആയിട്ടുള്ള ഒരു അതിനൊരു സെപ്പറേറ്റ് ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അവിടെ മാക്സിമം സ്റ്റോറേജും അതിന്റെ എല്ലാ യൂട്ടിലിറ്റിയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ മിററിൽ നമ്മൾ ചെറിയൊരു ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു മോഡല് പ്ലാൻ ചെയ്തു. ഫുൾ ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇവിടെ പിന്നെ ലൈവ് പ്ലാന്റ്സ്, ചെറിയ കുട്ടി പ്ലാന്റ്സ് ആണ്. ഇവിടെ ബുദ്ധനെ കൊടുത്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇവരുടെ എത്ര ചെറിയ സ്പേസ് എന്നുള്ളതല്ല, കസ്റ്റമർ എത്രമാത്രം അതുമായിട്ട് കണക്ട് ചെയ്യുന്നുള്ളത്. അവർ വളരെ ഭംഗിയായിട്ട് അതിനെ കണക്ട് ചെയ്ത് ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. അത് ഒരു എന്താ പറയുക 100% സക്സസ് ആയി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് മറ്റൊരു തീമാണ് അടുത്ത ബെഡിൽ അവർ ചെയ്തിരിക്കുന്നത് അല്ലെ? ക്യൂൻ സൈസ് ആണ് ബെഡ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഇത് അദ്ദേഹത്തിന്റെ വർക്ക് സ്പേസ് കൂടിയാ. പുള്ളി ഇവിടെ ഇരുന്നാണ് ജോലി ചെയ്യുന്നത്. IT ഫീൽഡാണ്. ഡ്രസ്സിംഗ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പൂർണ്ണമായിട്ട് ഒരു അപ്പോൾസറി ഹെഡപ്പോട് കൂടിയിട്ടുള്ള ഇത് കൊടുത്തിരിക്കുന്നു. ബേ വിൻഡോ ഇല്ല, അതേസമയം അങ്ങനെ ഒരു സ്റ്റോറേജ് ഉണ്ട്. അപ്പൊ അത് ഇരിക്കാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മാറ്റ് ഫിനിഷ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ബീജിന്റെ വേറൊരു പാറ്റേൺ എടുത്തത്. ബീജ് ടോപ്പിൽ കൊടുത്തു. ബീജും വേറൊരു ലൈറ്റ് ഗ്രേ ആണോ ചോദിച്ചാൽ അതിന്റെ ഒരു ടിന്റ് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മളിവിടെ പൂർണ്ണമായിട്ടും കൊടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇതും അതിന്റെ ഭാഗമായിട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്തിരിക്കുക. വർക്ക് സ്പേസ് ആയിട്ട് ആൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ ചെറിയ ചെറിയ ക്യൂരിയോസ് വെക്കാനും സ്റ്റോറേജ് സ്പേസും അതൊരു ഈ ഒരു ഗ്ലാസ് തീമില് കൊണ്ടുവന്ന് ചെയ്തതാണ്. ഇനിയാണ് മാസ്റ്റർ ബെഡ്റൂം. ആദ്യം കയറേണ്ട സ്ഥലത്തേക്ക് നമ്മൾ അവസാനം കയറുന്നു എന്ന് പറഞ്ഞതുപോലെ ഇതൊരു എന്താ പറയുക വളരെ വാം സമാധാനമുള്ള പീസ്ഫുൾ കളറാണ് അല്ലേ? നമ്മുടെ കിങ് സൈസ് അല്ല, കുറച്ചുകൂടെ വീതി ഉണ്ട് തോന്നുന്നല്ലേ? ഇല്ല, കിങ് സൈസ് തന്നെയാണ്. ഇതൊക്കെ നമ്മുടെ മറൈൻ പ്ലൈവുഡ് ചെയ്തിരിക്കുന്നത്. ഹെഡ്ബോർഡ് വെയിൻസ്കോട്ടും പിന്നെ വാൾപേപ്പർ ചെയ്യിക്കണം. കസ്റ്റമൈസ് വാൾപേപ്പർ ആണ് കേട്ടോ. എല്ലാം നമ്മൾ മിക്കതും കസ്റ്റമൈസേഷൻ ആണ്. കാരണം ക്വാളിറ്റി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. 2 പിന്നെ നമുക്ക് ക്ലയന്റിന്റെ ചോയ്സിനനുസരിച്ച് ഡിസൈൻ ചെയ്തിട്ട് എടുക്കുന്നതല്ലേ. പിന്നെ ഇവിടെയാണ് ഡ്രസ്സിംഗ് കൊടുത്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ഏരിയയിൽ താഴെയായിട്ട് നമുക്കൊരു സ്റ്റൂളെല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബേ വിൻഡോ എന്ന കോൺസെപ്റ്റിൽ ഇവിടെ നമുക്ക് സ്റ്റോറേജ് ഒക്കെ കൊടുത്തു. സ്റ്റോറേജ് ഉൾപ്പെടെയാണ് അല്ലേ? അതെ. ഇതിന്റെ ഇത് കണ്ടു. ഇതിന് ഈ ടൈപ്പ് ഹാൻഡിൽസ് ആണ് അല്ലേ? കൊള്ളാം. അത് നമ്മൾ മേക്ക് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. നമ്മുടെ വീട്ടിലും ഇതുപോലെയല്ല, ഹാൻഡിൽലെസ് ആയിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. ഇവിടെ റോമൻ ബ്ലൈൻഡ്സ് ചെയ്തിരിക്കുന്നു അല്ലേ? ഇവിടെ ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അഥവാ വീട്ടിലിരുന്ന് റൂമിലിരുന്ന് കാണണമെന്ന് വിചാരിച്ചല്ലേ? ഇതും കസ്റ്റമൈസ്ഡ് അല്ലേ പൂർണ്ണമായിട്ടും? ഒരു 5 ഡോർ വാർഡ്രോബ് ആണ്. അതിൽ പൂർണ്ണമായിട്ടും നമ്മൾ ആ ഒരു വൈറ്റ് ബേജ് കോമ്പിനേഷൻ അല്ലേ? അപ്പോൾ ഇനി പറയേണ്ടത് നമ്മുടെ കസ്റ്റമേഴ്സ് ആണ്. നമുക്ക് അപ്പോൾ നമ്മളോടൊപ്പം ഈ അപ്പാർട്ട്മെന്റിന്റെ ഗൃഹനാഥയും ചെറിയ ഗൃഹനാഥയും ഒക്കെ ഉണ്ട്. ഒരു വീട് വയ്ക്കുന്ന സമയത്ത്
ഞങ്ങൾ അവസാനം പറഞ്ഞു നിർത്തി എന്താണെന്നറിയോ, ഈ പുതിയ തലമുറയിലേക്ക് വീട് വരുമ്പോഴത്തേക്കും 2 കാര്യങ്ങൾ ആലോചിക്കും. ഒന്ന്, നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നതിനെക്കുറിച്ച് ആലോചിക്കും. നാട്ടിലോട്ട് നിങ്ങൾ വരുമ്പോഴത്തേക്കും വീട് വേണോ ഫ്ലാറ്റ് വേണോ എന്നൊക്കെ ആലോചിക്കും. പാലക്കാട്ടുകാരനാണല്ലേ? ഇവിടെ തന്നെ ജനിച്ചു വളർന്നതാണ്. നമ്മൾ ഇന്റീരിയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ അതിനകത്ത് സ്പെൻഡ് ചെയ്യുന്നത് ഇന്റീരിയറിലായിരിക്കും. അല്ലെങ്കിൽ ഏറ്റവും അധികം നമ്മൾ ആഗ്രഹിക്കുന്നതും എല്ലാം ഇന്റീരിയർ തീർക്കാമെന്നായിരിക്കും ആഗ്രഹിക്കുന്നത്. എങ്ങനെ ഇതിലോട്ടെത്തി? ഇങ്ങനെ ഈ ഡിസൈനിലോട്ടാണ് ഉദ്ദേശിച്ചത്. വളരെ വാംത്ത് ആയിട്ടുള്ള, ഈസി ആയിട്ടുള്ള, സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡിസൈൻ. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ കുറേ വീഡിയോസ് കണ്ടിട്ടും അങ്ങനെ കുറേ നമ്മളതെല്ലാം ഒരു സബ്സ്ക്രൈബറാണ് ഞാൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ആദ്യം ഒരു കളർ പാലറ്റിൻ്റെ ഒരു ബേസിക് ഐഡിയ ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഫ്ലാറ്റ് ആയതുകൊണ്ട് നമുക്ക് സ്ഥലത്തിൻ്റെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അത് എങ്ങനെ മാക്സിമം ഇത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു ലൈറ്റ് കളറിലോട്ട് പോയത്. പിന്നെ പാലറ്റ്സ് ഒക്കെ പിന്നെ ആശയുടെ ടീമൊന്നും അത്യാവശ്യം നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ഓക്കെ, ഞാൻ മേ ബി ഐ ഹാവ് ടു കോൾ ഔട്ട് സം നെയിംസ്. ഓക്കെ, ഫസ്റ്റ് ഇനീഷ്യലി കൃപ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അനീഷാണ് നമ്മളെ 3D ഒക്കെ ഡിസൈൻ ചെയ്തത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള കുറേ ഡിസ്കഷൻസും അങ്ങനെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഓക്കെ, എല്ലാ ഇതിലും എന്തെങ്കിലും ആഡ് ചെയ്യണം? പറഞ്ഞോളൂ, ഞാൻ അല്ലെങ്കിൽ അങ്ങോട്ട് ചോദിക്കും. അവിടെ തന്നെ വരിക. കാരണം ഓരോ സ്പെസിഫിക് ഏരിയാസും നമ്മൾക്ക് അത്യാവശ്യം നല്ല പ്ലാൻ ചെയ്യണം എന്നുണ്ടായിരുന്നു, അത്യാവശ്യം നേരെ രീതിയിൽ ചെയ്യണം എന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേ റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എങ്ങനെയൊക്കെ ഇവിടെ നമ്മൾ ഏകദേശം ഈ ഒരു പ്ലാനിലേക്ക് എത്തി. ഇന്റീരിയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് തരുക ചെയ്യുന്നത്. ഐ മീൻ പുരുഷന്മാർ. സ്ത്രീകൾക്ക് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇത് വേണം അത് വേണം എന്നൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ ആവശ്യങ്ങളാണ് കേട്ടോ, ഒന്നും ഇതാണെന്നല്ല പറയുക, അത്യാവശ്യങ്ങളാണ് പറയുക. അങ്ങനെയുള്ളതെല്ലാം നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇന്നത് വേണം. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ വാഷിംഗ് മെഷീനും ഡിഷ് വാഷറും ഇരിക്കുന്ന സ്ഥലം ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടാണ്. അവിടെ വളരെ ക്ലീൻ ആയിട്ട് നിങ്ങൾ ആ സാധനം മറച്ചു എന്നുള്ളതാണ്. കിച്ചൺ ആക്ച്വലി നോക്കിയാൽ വളരെ ചെറുതാണ്, പക്ഷെ അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. ഇതൊക്കെ ഫസ്റ്റ് ഒരു ചിന്തയിലുണ്ടായിരുന്നു. അതെല്ലാം ഉള്ളിൽ കൊണ്ടുവരികയും ചെയ്തു അല്ലേ? അതെ. എങ്ങനെയുണ്ട് വീട്? അയ്യോ, ഇവനോടായിരുന്നു ഫസ്റ്റ് ചോദിക്കേണ്ട, അവസാനമായി പോയല്ലോടാ. പേര് പറഞ്ഞു? ഏഡൻ. അതാണ് ആളുടെ പേര്. ഏത് ക്ലാസ്സിലാ? സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ്. യെസ്. ഇന്ന് അവധിയല്ലേ? ശനിയാഴ്ച. യാ, എനിക്ക് തോന്നുന്നു അടുത്ത ആൾക്കാർ, അടുത്ത തലമുറ വരുമ്പോൾ ഇതൊന്നും ആയിരിക്കത്തില്ല, അടുത്ത ഐറ്റം വരും. യാ, ഹാപ്പിയാണോ? അതെ, തീർച്ചയായിട്ടും ഹാപ്പിയാണോ? എന്തായാലും വളരെ സന്തോഷം നിങ്ങളെ കാണാൻ സാധിച്ചതിൽ. ഈ ഒരു പകൽ സമയം എപ്പോഴും ഒരു വീട്ടുകാരുടെ സ്വപ്നത്തിലേക്കാണ് നമ്മൾ കയറി ചെല്ലുന്നത്. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ ആ വൈബാണ് നമ്മൾക്ക് കിട്ടുക, എന്താണ് അതിനുള്ളിലുള്ളതെന്ന്. വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു സന്തോഷകരമായിട്ട് ജീവിതം ജീവിക്കാൻ സാധിക്കട്ടെ. എന്ത് സമാധാനമായിട്ട് ആളിരിക്കുന്നു നോക്ക്. അതിപ്പോ താങ്ക്സ്. കാര്യം ഒന്നും ഒച്ച പോലെ ഉണ്ടാക്കാതെ ഇതിനകത്തിരിക്കാൻ ഒത്തിരി പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക്സ് റമത്തെ. ക്ലീശയാണ് എന്നാലും പറയാം. തൃശ്ശൂർ, മുണ്ടൂര്, കേരളത്തിൽ എല്ലായിടത്തും ചെയ്യും. ഇപ്പൊ എവിടെ ചെയ്യുന്നുണ്ട്? ഇന്ത്യക്ക് എവിടെയും ചെയ്യുന്നുണ്ട്. ഇന്ത്യക്ക് പുറത്തോ? തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ ചെയ്തു തുടങ്ങി. അതെവിടെയാണ്? അയർലാൻഡിൽ. അതായത് അയർലൻഡിൽ അവരുടെ കസ്റ്റമർക്കായിട്ടാണല്ലേ? അതെ. അദ്ദേഹത്തിനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് കാണിക്കാം. പിന്നെ അയർലൻഡിലോട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ട്. സോ നിങ്ങൾക്ക് കേരളത്തിനകത്ത് എവിടെയാന്നുള്ള ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല, എവിടെയും ചെയ്യാം. മുണ്ടൂർ ഫാക്ടറിയിൽ വന്ന് കാണുക. VR സ്റ്റുഡിയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് ഒരു കസ്റ്റമർ വന്ന് കാണേണ്ട കാര്യങ്ങളാണ് അവിടെ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്. അതെ. ഇപ്പൊ പലരും പറയും നമ്മള് വീഡിയോയിലൊക്കെ ഫാക്ടറി കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല നേരിൽ വന്ന് കാണുമ്പോൾ. കാരണം ഞാൻ എപ്പോഴും പറയുന്നത് നമ്മൾ ചെയ്ത വീടുകൾ കാണുന്നതിനേക്കാൾ കൂടുതൽ കാണാനുള്ളത് നമ്മുടെ ഫാക്ടറി തന്നെയാണ്. കാരണം അവിടെ മെറ്റീരിയൽസ് ലൈവായിട്ട് നമുക്ക് ഏത് മെറ്റീരിയലാണ്, എങ്ങനെയാണ് പ്രൊഡക്ഷൻ നടക്കണേ. നമ്മുടെ വീടിന്റെ ഇന്റീരിയർ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഡ്രീമാണ്. ആ ഒരു ഡ്രീം എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു പ്രോസസ്സാണ് നമ്മുടെ ഫാക്ടറിയിൽ കാണുന്നത്. സോ ഓരോ ആൾക്കാരും അത് വന്ന് നേരിട്ട് കണ്ട് അത് 100% അവർക്ക് ഉറപ്പ് വരുത്തിയിട്ട് അത് കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ കോൺഫിഡൻറ്റോട് കൂടിയിട്ടൊരു വർക്ക് നമുക്ക് ഏൽപ്പിക്കാൻ പറ്റും. തീർച്ചയായും. അപ്പോൾ അതിനായിട്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നേരിട്ട് ചെന്ന് കണ്ട് ബോധ്യപ്പെട്ട് ബാക്കി കാര്യങ്ങളിലോട്ട് പോകും. യെസ്. അടുത്ത പ്രോജക്റ്റ് വീണ്ടും കാണാം. യാ. അപ്പോൾ എപ്പോഴും പറയുന്ന സർവീസാണ്. അത് വീണ്ടും സർവീസിനെ കുറിച്ച് പറഞ്ഞ് ഞാനൊരു ക്ലേശ മൊമെൻറ്റ് സൃഷ്ടിക്കുന്നില്ല. അത് വളരെ കൃത്യമായിട്ട് കിട്ടും. വീണ്ടും കാണാം അടുത്തൊരു മികച്ച വീഡിയോ. അതൊരു അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇന്റീരിയർ.